അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ലോണം ചർച്ച ആയതാണിത്. ഇതാണ് ഏഞ്ചൽ ബേബി. ഈ ബേബി എന്താ ഉദ്ദേശിക്കണമെന്നറിയോ? അയാൾ ബേബിൻ്റെ കാണാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നോക്കുകയാണെന്നാണ് പറയുന്നത്. ഇവൾക്കൊന്നും നാണല്ലേ സ്വന്തം ഫെയിമിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിനെ കരുവാക്കാൻ? ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ അവൾ പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നതെന്ന്. പിന്നെ എന്ത് തേങ്ങയാണ് അയാൾ കണ്ടതെന്ന് പറയണേ? ഇത് സംഭവം എന്താണെന്നറിയോ? ഇവൾ ഇൻസ്റ്റയിലൊക്കെ അരമുറിക്കോലം കെട്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടി. പക്ഷെ അത് ആരും കൊണ്ട് ശ്രദ്ധിക്കണില്ല. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ നാലാളറിയാം. ഇവളെ അക്കൗണ്ടിലൊന്ന് പോയി നോക്കണം. വല്ല പച്ചക്കറിക്ക് വിലട്ടമാരിയാ. 1/4 കിലോനാണെങ്കിൽ 200, അര കിലോനാണെങ്കിൽ 500, 1 കിലോനാണെങ്കിൽ 1000. എന്നിട്ടാണ് ഇവിടെ ഈ പറയണത് കാമക്കണ്ണുകൊണ്ട് നോക്കിയെന്ന്. അപ്പം അതിൽ ഈ പൈസ ഒക്കെ തന്നിട്ട് നോക്കുന്ന ആൾക്കാരെന്താ കാമക്കണ്ണല്ലേ? ഇതിലിപ്പോൾ നേരെ മറിച്ച് ചിന്തിച്ചൂടെ? അയാളെ വീഡിയോ എടുക്കണത് അത് എന്താന്ന് നോക്കിയതാണെങ്കിലോ? പിന്നെ വേറൊന്ന്, ഇവള് പറഞ്ഞു ഇവള് പ്രതികരിച്ചു എന്ന്. എന്തുകൊണ്ട് പ്രതികരിക്കണ വീഡിയോ എടുത്തില്ല? എന്നിട്ട് അത് കേട്ടിട്ട് അയാൾ ഇറങ്ങി ഓടുന്നത് എടുത്തില്ല. അപ്പം എനിക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഇജ്ജ് മുണ്ടാതണ്ടിരുന്നു. എന്നിട്ടൊരു കള്ളക്കഥയും അയാൾ ഇറങ്ങി ഓടി മറ്റേതാണ് മറിച്ചാണെന്ന്. അയാളത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. എൻ്റെ പൊന്നു സഹോദരി, അയാൾക്കൊണ്ട് വീടും കുടുംബം കുട്ടികളൊക്കെ. ഇജ്ജൊക്കെ എൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇമ്മാതിരി ചെയ്ത്തൊക്കെ ചെയ്യുമ്പോഴേ നശിച്ചു പോണത് ഒരു കുടുംബത്തിൻ്റെ നാണോ മാനൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ആലോചിക്കണത് നല്ലതാ. എനിക്കതൊന്നല്ല. എന്നിട്ട് അതിനൊരു പാട്ടും കൊടുത്തുക, കണ്ണ് രണ്ടും കാമനോട്ടം. ഇതിനു മുമ്പും കുറേ പെൺകുട്ടികളെ നേരൊക്കെ ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടന്നുക്കണം. പക്ഷെ അവരൊക്കെ നല്ല അന്തസ്സായിട്ട് പ്രതികരിച്ചിരിക്കണു. അല്ലാതെ ഒരു പാട്ടും വെച്ചിട്ട് അതും അപ്ലോഡ് ചെയ്തിട്ട് അതിനും റീച്ചിനും വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണ പ്രതികരണമല്ലേ ഞാനാദ്യമായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ് നിൻ്റെ നേരൊക്കെ കുറേ എണ്ണം വരും. അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഒന്ന് പോയി വരി. എന്നിട്ട് അവിടുത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. പിന്നെ അതാ വേറൊന്ന്, ഇതിനും അതേ ഉദ്ദേശം തന്നെ, റീച്ച്. എന്താ അതിനൊക്കെ പറയാ? സാധാരണ ഈ ക്ലോസ് ഒക്കെ ഇടുന്നത് എപ്പോഴാണ്? വല്ല വൃത്തിഹീനമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അപ്പോൾ വല്ല വൈറസോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൈമക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരല്ലേ? നല്ലൊരു ഓണത്തിന് ഓണസദ്യ കഴിക്കണ കോലാണ് ഈ കാണുന്നത്. അപ്പോൾ അത്ര വൃത്തിയില്ലാത്തതാണ് സദ്യ? ജാതി മതഭേദമില്ലാതെ ഓരോ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരമാണ് സദ്യ. എന്നിട്ട് അത് കഴിക്കുമ്പോൾ ഗ്ലൗസ്. എന്നിട്ട് ചെയ്തത് തെണ്ടിത്തരം. എന്നിട്ട് അതിന് ചോദ്യം വന്നപ്പോൾ തിരിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. അത് അതിലും വലിയ തോൽവി. അതൊന്നും കണ്ടോക്കാം. അതെന്ന് പറഞ്ഞാൽ ഈ ഫുഡിന്റെ കളർ ഉണ്ടല്ലോ, ഈ നെയിൽ എക്സ്റ്റൻഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ 2 നെയിലും 2 കളറായിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൈസ ഫുഡിന്റെ കളറാവുന്നു. അപ്പൊ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് തിന്നണ്? പട്ടിണി കടന്നൂടെ? മേക്കപ്പ് ഇട്ടിട്ട് മാത്രം ജീവനെ എത്ര ദിവസം നിലനിൽക്കുന്നത് നമുക്കൊന്ന് നോക്കാലോ. എന്തൊരു പ്രഹസനാണ് ഇതൊക്കെ, പറയാതിരിക്കാൻ വയ്യ. ഇജ്ജടക്കം എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നതൊക്കെ. പക്ഷെ റീച്ചിന് വേണ്ടി ഇമ്മാതിരി കോലം കിട്ടുന്ന ഇജ്ജൊക്കെ ഒരു നാൾ ഇതിനു വേണ്ടി ഖേദിക്കും. ഇവള് കാണണമാരെന്നല്ല, വലിയ പുള്ളിയാ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കയ്യിൽ മാത്രമല്ല കാലിലും തലയിലൊക്കെ കവറിട്ടിട്ടാ വരുന്നതെന്നാ പറഞ്ഞു. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് മറ്റൊരു അവതാരത്തിന്റെ വീഡിയോ കൊണ്ട് കാണാം. അമ്മോ, ഏത് ഈ വില്ലൻ? ഇത് ഏത് സിനിമയിലെ വില്ലനാ? പക്ഷെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ വില്ലൻ അധികം ഫെയിം ആയില്ല. അപ്പൊ പിന്നെ ഈ വില്ലൻ എന്താ കാണിച്ചെന്നറിയോ? ആ താടിക്കാരനല്ലത്. റീച്ച് ആകാൻ വേണ്ടി ഇവൻ ചെയ്തത് ആരെയും കൊണ്ടും പറ്റൂല. ആണായി നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ പാടെ വാരി വലിച്ച് കുത്തിക്കയറ്റി നടക്കണ്ടേ? സമ്മതിച്ചുകൂടെ തന്നെ. എന്തിനാടെ കയ്യില് നാട്ടുകാരെയും കൊണ്ടും വീട്ടുകാരെയും കൊണ്ടും പറയിപ്പിക്കണേ? നേരങ്ങത്തിലൊരു പാൻറ് ഷർട്ടൊക്കെ വെച്ചിട്ട് നല്ല കട്ടത്താടിയൊക്കെ വെച്ചിട്ട് നടന്നുകൂടാ എനിക്ക്? ആണെന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ അടുത്തുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടി നടക്കണേ? വേഷം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കുറെ കെട്ടും മാറാപ്പും. അപ്പോൾ ഞാനിപ്പോൾ ഹൈക്കോടതിയിലാണ് ഞാൻ വന്നുള്ളത്. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എൻ്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ ത്രെട്ടൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നുള്ളത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് ആരാ പറഞ്ഞേ? ജാസി നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ആരെയും കുടുംബം കലക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ജാസി ആണെന്നല്ല, പെണ്ണെന്നെയാണ്, 100% ഉറപ്പാ. ഇത്രയും മതിയോ? ഒന്ന് പോടാ അവിടുന്ന്. എൻ്റെയൊക്കെ പെരിയിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇജ്ജൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും കാട്ടിക്കൂട്ടും. എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രതികരിച്ചെന്നിരിക്കും. അതൊക്കെ താങ്ങാൻ പറ്റൂലെങ്കിൽ ഈ വേഷം കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? റീച്ച് ആകാൻ വേണ്ടിയിട്ട് നാണമാനൊക്കെ പണയം വെച്ച് നിങ്ങൾക്ക് എന്തിനാ എത്ര പൊള്ളണേ? ഇങ്ങനെ കുറേ എണ്ണുണ്ട്, നെഗറ്റീവ് മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് അതിനാരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ കേസ്. എന്തായാലും ഇവരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ കേട്ടണ്ട്? നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിന് മറുപടിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊന്നും വന്നിട്ട് ഇങ്ങനെ തൊള്ളട്ടിട്ട് ഒരു കാര്യമല്ല.
അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഇത്ര മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.